ദൈവത്തിന് സ്തോത്രം. അർട്ടൂറോ ഗാവിനോ സംവിധാനവും തിരക്കഥയും നിർവഹിച്ച് ഫെയ്ത്ത് ഹൗസ് പിക്ചേഴ്സ് നിർമ്മിച്ച ഒരു മനോഹരമായ ക്രിസ്ത്യൻ മൂവിയാണ് എ ബോക്സ് ഓഫ് ഫെയ്ത്ത്. ഡയർ എന്ന 16 വയസ്സുള്ള പെൺകുട്ടിയുടെ അമ്മ മരിച്ചുപോയി. ചെയ്യാത്ത കുറ്റം ആരോപിച്ച് അവളുടെ പിതാവ് ജയിലിലുമായി. ഫോസ്റ്റർ കെയറിൽ പോകുവാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതത്തെ സ്വയം നേരിടാൻ അവൾ തീരുമാനമെടുത്തു. അങ്ങനെ സ്ട്രീറ്റിലെ ഒരു ഗോഡൗണിലാണ് അവൾ ഷെൽട്ടർ കണ്ടെത്തിയത്. ഓരോ ദിവസവും കിടക്കുന്നതിന് മുമ്പ് അവൾ തൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരു കടലാസിൽ എഴുതി കിടക്കുന്ന മുറിയുടെ റൂഫിൽ ഒട്ടിച്ചു വയ്ക്കുമായിരുന്നു. അത്യാവശ്യങ്ങൾ മാത്രമായിരുന്നു അവൾ ദൈവത്തോട് ചോദിച്ചിരുന്നത്. മാത്രവുമല്ല, തന്നതിന് നന്ദി പറയുന്ന പ്രാർത്ഥനകളായിരുന്നു അധികവും. കരുതുന്ന കനിവുള്ള ദൈവം നനച്ചതിലുമൊക്കെ അധികമായി അവളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊടുത്തു. നിരപരാധിത്വം വെളിപ്പെടുത്തി അവളുടെ പിതാവിനെ ജയിൽ വിമുക്തനാക്കാൻ ദൈവം അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കി. അങ്ങനെ അവൾക്ക് പിതാവിനെ തിരികെ ലഭിച്ചു. പ്രാർത്ഥനയുടെ മഹത്വം, പ്രാർത്ഥിക്കുന്നവർ പാലിക്കേണ്ട നിയമങ്ങളും വൈകാരിക പക്വതയുമൊക്കെ വളരെ മനോഹരമായി ആവിഷ്കരിക്കാൻ ഈ ചിത്രത്തിലെ നായിക സവാനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനയുടെ അനന്ത സാധ്യതകളെ പറ്റിയുള്ള ഒരു ആധികാരിക പഠന ക്ലാസ്സാണ് വാസ്തവത്തിൽ ഈ മൂവി. പ്രാർത്ഥനയെപ്പറ്റിയുള്ള ബൈബിളിലെ യാക്കോബിൻ്റെ പ്രസക്തമായ ഉപദേശത്തിൻ്റെ സ്വാധീനം നമുക്ക് ഈ മൂവിയിൽ കാണാൻ കഴിയും. യാക്കോബ് 4-ാം അധ്യായം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു, എന്നാൽ നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല. നിങ്ങൾ വഴക്കിടുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു, വാസ്തവത്തിൽ നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതുമില്ല. ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 2-ഉം 3-ഉം വാക്യങ്ങളാണ് വായിച്ചത്. പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൽ നിന്ന് അനുകൂലമായ മറുപടി ലഭിക്കാത്തതിൻ്റെ 3 കാരണങ്ങളാണ് യാക്കോബ് ഇവിടെ പ്രസ്താവിക്കുന്നത്. നോട്ട് ആസ്കിങ്, ആസ്കിങ് ഫോർ റോങ് തിങ്സ് ആൻഡ് ആസ്കിങ് ഫോർ ദ റോങ് റീസൺസ്. ദൈവത്തോട് ആവശ്യങ്ങൾ പറയുമ്പോൾ ഒരു ആത്മപരിശോധനയ്ക്ക് ചില ചോദ്യങ്ങൾ സ്വയം ചോദിക്കുന്നത് വളരെ നല്ലതാണ്. എന്തൊക്കെ ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കേണ്ടത്? സ്വന്തം ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും മോഹങ്ങളും സാക്ഷാത്കരിക്കാൻ വേണ്ടി മാത്രമാണോ പ്രാർത്ഥിക്കാറുള്ളത്? പദ്ധതികളും പരിപാടികളും ആസൂത്രണം ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തിനും അംഗീകാരത്തിനും അനുഗ്രഹത്തിനുമായി
അപേക്ഷിക്കാറുണ്ടോ? ദൈവത്തിൻ്റെ മറുപടി ലഭിക്കാൻ കാത്തിരിക്കാറുണ്ടോ? പ്രതിസന്ധികളെല്ലാം നീക്കണമെന്നാണോ അതോ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള ശക്തി തരണമെന്നാണോ പ്രാർത്ഥിക്കാറുള്ളത്? ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാറുണ്ടോ? പ്രാർത്ഥിക്കുന്നവർ സ്വയം ചോദിക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഗത്സമനിലെ യേശുവിൻ്റെ പ്രാർത്ഥനയുടെ അനുബന്ധ സമർപ്പണ പ്രാർത്ഥന, എന്നാലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നായിരുന്നു. ഇത് നമ്മുടെ പ്രാർത്ഥനകളുടെ അവസാനത്തെ സബ്മിഷനായി ചേർക്കുമെങ്കിൽ അത്ഭുത ശക്തി നിറഞ്ഞ വിസ്മയ പ്രാർത്ഥനയായി തീരുമത്. എൻ്റെ ആഗ്രഹങ്ങളും അപേക്ഷകളും അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരുത്തി ചിട്ടപ്പെടുത്തണമെന്ന സമർപ്പണ അപേക്ഷയോടെ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ തീർച്ചയായും സ്വീകാര്യമാണ്. നനച്ചതിലും അധികമായ മറുപടി തന്ന് ദൈവം അനുഗ്രഹിച്ചിരിക്കും. കൃപ നിറഞ്ഞവളെ, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. വലിയവനും അത്യുന്നതൻ്റെ പുത്രനുമായവനെ നീ ഗർഭം ധരിച്ച് പ്രസവിക്കും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് മാലാഖ മറിയാമിനോട് പറഞ്ഞു. മറിയയുടെ അഭിപ്രായമൊന്നും ചോദിക്കാതെ ദൈവം അധികാരപൂർവം അവളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ടുള്ള തീരുമാനം അറിയിച്ചപ്പോൾ തിരിച്ചൊന്നും പറയാതെ, മറിച്ചൊന്നും ചിന്തിക്കാതെ അവൾ സ്വയം സമർപ്പിച്ച് പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്. അവിടുത്തെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ആത്മാവ് രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ദൈവ നിയോഗങ്ങളിലെ കഷ്ടതകളുടെ ക്രൂശും കയ്പ് കാസിയും പരിഭവമില്ലാതെ സ്വീകരിക്കുന്നവരുടെ ജീവിതം ധന്യവും സഫലവുമായി തീരും. യഹോവ അവർക്ക് എന്നും ഇടയനായിരിക്കും. യാതൊന്നിനും കുറവുണ്ടാവില്ല. 37-ാം സങ്കീർത്തനം. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസം സമർപ്പിക്കുക. അവിടുന്ന് നോക്കിക്കൊള്ളും. അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തിത്തരും. മധ്യാഹ്നം പോലെ നിന്റെ അവകാശവും. കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥരായിരിക്കുക. ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക. ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവരെ കണ്ട് ഒരിക്കലും അസ്വസ്ഥരാകരുത്. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ദൈവമേ, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം എന്ന തിരിച്ചറിവ് നാഥ ഞങ്ങൾക്ക് തരണമേ. പ്രാർത്ഥനയിലെ കുറവുകളും തെറ്റുകളും തിരുത്തി ദൈവഹിതത്തിന് അനുയോജ്യമായി
പ്രാർത്ഥനകളെ ചിട്ടപ്പെടുത്താനും വാക്കുകളിലൂടെ തിരുമുമ്പിൽ വ്യക്തമാക്കാൻ കഴിയാത്ത ഹൃദയ നൊമ്പരങ്ങൾ തിരുസന്നിധിയിൽ പരിഭാഷപ്പെടുത്താനും പരിശുദ്ധാത്മാവിൻ്റെ മഹനീയമായ മാധ്യസ്ഥം നാഥ ഞങ്ങൾക്ക് തരയണമെന്ന് യേശു കർത്താവിൻ്റെ അതിവിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.